വെൽക്കം GAT സീരീസിലെ നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സ്റ്റൊമക്കിനെ പറ്റിയാണ്. അനാറ്റമി ഓഫ് സ്റ്റൊമക്, ദെൻ മെക്കാനിസം, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡൈജഷൻ ഇൻ ദ സ്റ്റൊമക്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാസ്റ്റിക്കേഷൻ, ഡെഗ്ലൂട്ടേഷൻ ആണ് പറഞ്ഞത്. സോ ഫുഡ് നൗ റീച്ചസ് ത്രൂ ദ ഇസോഫാഗസ് ടു ദ സ്റ്റൊമക്. സ്റ്റൊമക്കിൽ ഭക്ഷണം എത്തി, ഇതാണ് സ്റ്റൊമക്. സോ സ്റ്റൊമക്കിൽ എത്തുന്നതിന് മുമ്പ് ഇസോഫാഗസിന്റെ അവിടെ ലോവർ ഇസോഫാഗൽ സ്ഫിങ്ക്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഫിങ്ക്റ്റർ കൂടി ഉണ്ടായിരുന്നു. അതിനെ കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്റ്റൊമക്. ഇതാണ് സ്റ്റൊമക്. ഫുഡ് കഴിച്ചു, ഇതിലൂടെ പെരിസ്റ്റാൽസിസ് വഴി സ്റ്റൊമക്കിൽ എത്തി. സോ സ്റ്റൊമക് ഒരു ഹോളോ ഓർഗൻ ആണ്. എല്ലാ GI ഓർഗൻസും ഹോളോ ആണ്. അക്സസറി സ്ട്രക്ചേഴ്സ് അല്ലാത്ത എല്ലാം ഹോളോ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ഷേപ്പ് ഒരു J ഷേപ്പ് എന്നാണ് പറയാ. J ഷേപ്ഡ് ഓർഗൻ എന്നാണ് നമ്മൾ സ്റ്റൊമക്കിനെ പറ്റി. ആൻഡ് സ്റ്റൊമക് ഈസ് ബിലോ ദ ഡയഫ്രം. ഇത് ഡയഫ്രം ആണെങ്കിൽ ഇവിടെയാണ് സ്റ്റൊമക്. സോ ബിലോ ഡയഫ്രം, ഡയഫ്രത്തിന് താഴെയാണ്. സ്റ്റൊമക്കിൽ സാധാരണ ഒരു 1.5 ലിറ്റേഴ്സ് വരെയാണ് ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ളത്. പക്ഷെ ഹൈലി ഡിസ്റ്റൻസിബിൾ ആണ്. ഹൈലി ഡിസ്റ്റൻസിബിൾ, ഭക്ഷണം നിറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വലിയും. അപ്പോൾ ഒരു 4 ലിറ്റേഴ്സ് വരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഹോൾഡ് ചെയ്യാനായിട്ട് സ്റ്റൊമക്കിന് പറ്റും. സോ സ്റ്റൊമക് ഈസ് ബിറ്റ്വീൻ ഇസോഫാഗസ്, ഇസോഫാഗസിനും തൊട്ട് ഇവിടെയുള്ള ഡിയോഡിനത്തിനും ഇടയിലുള്ള ഓർഗൻ ആണ് എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. ആൻഡ് സ്റ്റൊമക്കിന് 4 ഭാഗങ്ങളാണുള്ളത്. വൺ ഈസ് ദ കാർഡിയാക് റീജിയൻ. ഇതാണ് കാർഡിയാക് റീജിയൻ ഓഫ് ദ സ്റ്റൊമക്. ഇത് ഫണ്ടിക് റീജിയൻ ആണ്. ഫണ്ടിക് റീജിയൻ, ഇത് ഇപ്പൊ കാർഡിയാക് റീജിയൻ. ആൻഡ് അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ബോഡി. ഇതാണ് ബോഡി ഓർ കോർപ്പസ് എന്ന് പറയുന്ന റീജിയൻ. ഇതാണ് ബോഡി. ആൻഡ് നാലാമത്തെ ഇത് പൈലോറിക് റീജിയൻ. സോ പൈലോറിക് റീജിയൻ, ബോഡി, ഫണ്ടിക് ആൻഡ് കാർഡിയാക് റീജിയൻ. ഇങ്ങനെ 4 റീജിയൻസ് ആണ്. ഇസോഫാഗസ് വന്ന് സ്റ്റൊമക്കിനോട് ചേരുന്ന ഭാഗമാണ് കാർഡിയാക് റീജിയൻ. ഇവിടെ സ്ഫിങ്ക്റ്റർ ഉണ്ട്. ആൻഡ് ദിസ് സ്ഫിങ്ക്റ്റർ ഈസ് കോൾഡ് ആസ് കാർഡിയാക് സ്ഫിങ്ക്റ്റർ എന്നാണ് ഇതിന് നമ്മൾ പറയാം. ഇസോഫാഗസിന്റെ ഓപ്പണിംഗിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു ഭാഗം സ്റ്റൊമക്കിനുണ്ട്. സോ ഒരു ചെറിയ ഡോം ഷേപ്ഡ് പോലെ. ഇതാണ് ഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിന്റെയും പള്ളിയുടെയൊക്കെ മിനാരം പോലെ ഇരിക്കുന്ന എലിവേറ്റഡ് ഏരിയ. സോ ഇതാണ് ഫണ്ടിക് റീജിയൻ എന്ന് പറയാം. ദെൻ ബോഡി ഓർ കോർപ്പസ്. ഇതാണ് മിക്കവാറും 70% to 80% സ്റ്റൊമക് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ബോഡി ഓർ കോർപ്പസ് ആണ്. പൈലോറിക് റീജിയന്റെ ഈ ഭാഗം, ആദ്യ ഭാഗത്തെ നമുക്ക്, ഇതാണ് ആദ്യ ഭാഗം. ഇതിനെ നമുക്ക് ആൻഡ്രം എന്ന് വിളിക്കാം. ആൻഡ്രം. ഈ ഭാഗം പൈലോറിക് കനാൽ ഭാഗം. പൈലോറിക് കനാൽ. ഇത് കഴിഞ്ഞ് ഇവിടെ ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ സ്ഫിങ്ക്റ്റർ എന്ന് പറയാ. സോ ദാറ്റ് ഈസ് പൈലോറിക് സ്ഫിങ്ക്റ്റർ എന്ന് നമുക്കതിനെ വിളിക്കാം. പൈലോറിക്. സോ പൈലോറിക് സ്ഫിങ്ക്റ്റർ ചുരുങ്ങുന്നതും അടയുന്നതനുസരിച്ചിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. സോ ദിസ് ക്യാൻ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ഫുഡ് ഫ്രം ദ സ്റ്റൊമക് ടു ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആദ്യ ഭാഗമാണിത്, ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗം. സ്റ്റൊമക്കിന്റെ വലതുവശത്തും ഇടതുവശത്തും, ഇത് വലതുവശമാണ്, ഇത് ഇടതുവശത്താണെങ്കിൽ വലതുവശത്തും ഇടതുവശത്തും നമുക്കൊരു കർവേച്ചർ കാണാം. ആൻഡ് ദിസ് ഈസ് ചെറിയ കർവേച്ചർ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലെസ്സർ കർവേച്ചർ എന്ന് വിളിക്കും. ഇത് വലിയ ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ വലിയ കർവേച്ചറിനപ്പോൾ ഗ്രേറ്റർ കർവേച്ചർ എന്നും നമ്മൾ ഇതിനെ വിളിക്കും. ഇനി നമ്മൾ നേരത്തെ വീഡിയോയിൽ GI ട്രാക്ട് ഹിസ്റ്റോളജി പറഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തും 2 ലെയർ ആണ്. മസ്കുലാർ ലെയർ എന്ന് പറയുന്നത്, ഒന്ന് സർക്കുലാർ ലെയർ ഉണ്ട്, രണ്ടാമത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ മസ്കുലാർ ലെയർ. സോ ഇങ്ങനെ 2 ലെയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞത് സ്റ്റൊമക് ആണ്. സ്റ്റൊമക്കിൽ ഒരു ലെയർ കൂടി അഡീഷണൽ ഉണ്ട്. സോ ഇവിടെ ഏറ്റവും ഉൾഭാഗത്ത്, ഇത് മ്യൂക്കോസൽ ലെയർ, ഇത് സബ് മ്യൂക്കോസൽ ലെയർ, ആൻഡ് ദിസ് ഈസ് മസ്കുലാർ ലെയർ, ആൻഡ് ദിസ് ഈസ് സീറോസൽ ലെയർ. സോ മസ്കുലാർ ലെയറിൽ ഒരു ലെയർ ഓഫ് ഒബ്ലിക് മസിൽസ് കൂടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒബ്ലിക് മസിൽസ് കൂടി ഉണ്ട്. സോ ഒബ്ലിക് മസിൽസ്, സർക്കുലർ മസിൽസ്, ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. സോ ദിസ് അഡീഷണൽ ലെയർ, ഈ അഡീഷണൽ ലെയർ ഹെൽപ്പിംഗ് ദ സ്റ്റൊമക് ഇൻ മെക്കാനിക്കൽ ഡൈജഷൻ. സ്റ്റൊമക്കിന്റെ അടുത്ത ഫംഗ്ഷൻ മെക്കാനിക്കൽ ഡൈജഷൻ കൂടി ഫംഗ്ഷൻ ആണ്. സോ ഈ അഡീഷണൽ മസിൽ അതിന് വേണ്ടിയിട്ടാണ്, മെക്കാനിക്കൽ ഡൈജഷൻ കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ്. സോ വായ കഴിഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഡൈജഷൻ അപ്പൊ 2 സ്ഥലത്ത് നടക്കുക, ഒന്ന് മൗത്തിൽ, ഒന്ന് സ്റ്റൊമക്. സോ ഇവിടെ വെച്ചിട്ട് മെക്കാനിക്കൽ ഡൈജഷൻ മൂലം ഫുഡിനെ നമ്മൾ എന്താക്കും? ഫുഡിനെ ലിക്വിഡ് കൈംനോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ ബോളസ് ആയിട്ടാണ് ഇവിടെ വരിക. ബോളസിനെ നമ്മൾ ഇവിടെ മെക്കാനിക്കൽ ഡൈജഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു ജെൽ ലൈക്ക് ഒരു കൺസിസ്റ്റൻസി ഉള്ള കൈമാക്കി മാറ്റും. ഈ സ്റ്റൊമക്കിന്റെ ഈ ഇന്നർ മ്യൂക്കോസൽ ലെയർ, സോ ദിസ് ഇസ് ദ മ്യൂക്കോസൽ ലെയർ. സോ അകത്തുള്ള മ്യൂക്കോസൽ ലെയർ ഇങ്ങനെ ഫോൾഡുകളായിട്ടാണ്, ഫോൾഡുകൾ പോലെ പല ഫോൾഡുകളായിട്ടാണ്. സോ അതിനെ നമ്മൾ വിളിക്കുക റൂഗെ എന്നാണ്. സോ സ്റ്റൊമക്ക് ഇപ്പൊ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റൂഗെ പോലെ അകത്ത് ഇങ്ങനെ ഇരിക്കും. ആൻഡ് റൂഗെ ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോഴാണ് ഫുഡ് നിറയുമ്പോഴത്തേക്കും സ്റ്റൊമക്ക് ഇങ്ങനെ വലിയ. സോ ഡിസ്റ്റൻഷൻ, എക്സ്റ്റെൻഡ് ചെയ്യുക എന്നല്ല എന്ന് പറയാം, ഡിസ്റ്റൻഷൻ എന്നാണ് കൃത്യമായിട്ടുള്ള വാക്ക്. ഡിസ്റ്റെൻഡ് ചെയ്യുക. സോ മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡിനെ സഹായിക്കുന്നത് റൂഗെ കൂടിയാണ്. ഇനി നമുക്ക് പറയേണ്ടത് സ്റ്റൊമക്കിലെ ഗ്ലാൻഡുലാർ പാർട്സ് ആണ്. സോ ഗ്ലാൻസ് ഉണ്ട് സ്റ്റൊമക്കിലെ. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നതാണ് സ്റ്റൊമക്കിലെ ഗ്ലാൻസ്. സോ ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. സോ സ്റ്റൊമക്കിന്റെ ഇന്നർ മ്യൂക്കോസൽ ലെയർ നമ്മൾ പറഞ്ഞു. ഇന്നർ മ്യൂക്കോസൽ ലെയർ ഇത് ലാമിന പ്രോപ്രിയ. ഇത് ലാമിന പ്രോപ്രിയ നമുക്കറിയാം. സോ ദിസ് ഈസ് ദ എപ്പിത്തീലിയം
എപ്പിത്തീലിയൽ സെൽ ലെയർ, ഔട്ടർ എപ്പിത്തീലിയൽ സെൽ ലെയർ, അതിങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ലാമിന പ്രോപ്രിയയുടെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഡിപ്രഷൻ ആയിട്ടിരിക്കുകയാണ്. ഈ ഡിപ്രഷനെ നമ്മളപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഇതിനെ ഗ്യാസ്ട്രിക് പിറ്റ് എന്ന് പറയും എന്ന് നമ്മൾ ഫസ്റ്റ് ഹിസ്റ്റോളജിക്കകത്ത് കണ്ടിരുന്നു. ആൻഡ് സ്റ്റൊമക്കിലെ ഗ്ലാൻസ്, ഈ ഗ്ലാൻസുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ഈ പിറ്റിനകത്തേക്കാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. സോ സ്റ്റൊമക്കിലെ ഗ്ലാൻസ് ആണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. സോ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് നമ്മൾ പൊതുവെ പറയെങ്കിലും നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 തരം ഗ്ലാൻസുകൾ ഉണ്ട്. ഒന്ന് ഫണ്ടിക് ഗ്ലാൻസ് ഉണ്ട്, ദെൻ പൈലോറിക്, ഇവിടെ ഉള്ളതിനെ പൈലോറിക് ഗ്ലാൻസ് എന്ന് വിളിക്കാം. ദെൻ ഓൾസോ ദർ ഇസ് കാർഡിയാക് ഗ്ലാൻസ് ഉണ്ട്. സോ നമ്മൾ ഇതിനെ ഓക്സിൻറ്റിക് ഗ്ലാൻസ് പറയും. സോ ബോഡിയിലുള്ളത്. സോ ഫണ്ടിക് ആൻഡ് ഓക്സിൻറ്റിക് ഇതിനെ മാത്രമാണ് സാധാരണ നമ്മൾ എന്ത് വിളിക്കുക, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് പറയാം. ഈ ഭാഗങ്ങളെ കുറിച്ചിട്ടല്ല നമ്മൾ പ്രധാനമായിട്ടും പറയാം. ഞാൻ ഈ വെച്ചിരിക്കുന്ന ഒരു ഗ്യാസ്ട്രിക് പിറ്റും ബാക്കിയുള്ള സെൽസിന്റെ പടമാണ്. ഈ പടം ഞാൻ എല്ലാ സ്റ്റൊമക്കിലെ എല്ലാ ഗ്ലാൻസിനും കൂടി ചേർത്തിട്ടാണ്, അത് ഫണ്ടിക് ആകാം, കാർഡിയാക് ആകാം, പൈലോറിക് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു അവിയൽ പടം. ഓക്കെ, നോട്ട് ഏതെങ്കിലും പ്രത്യേക ഗ്ലാൻഡ് അല്ല. അതല്ല, നമുക്ക് ജസ്റ്റ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് വിളിക്കാം. സോ ഇറ്റ്സ് എ കമ്പോസിറ്റ് പിക്ചർ ഓഫ് എ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. സോ ഫണ്ടിക് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതാണ് ഫണ്ടിക് ഗ്ലാൻഡ്. ആൻഡ് ഇവിടെയും ബോഡിയിലുള്ളതിനെ നമ്മൾ ഫണ്ടിക് അല്ലെങ്കിൽ ഓക്സിൻറ്റിക് എന്ന് നമ്മൾ അതിനെ വിളിക്കും. സോ ഈ ഗ്ലാൻസ് ഇവിടെ മാത്രമാണ് പ്രത്യേകമായിട്ട് ഈ കാണുന്ന ഇതിനെ പരൈറ്റൽ സെൽസ് എന്ന് വിളിക്കുക. പരൈറ്റൽ സെൽസിന്റെ പ്രത്യേകത ദീസ് ക്യാൻ സെക്രീറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കാം. സോ HCl സെക്രീഷൻ ഇവിടുന്നുമാണ് നടക്കുക. ദെൻ ഇവിടെ പൈലോറിക് ഗ്ലാൻസ് ഉള്ളത് പൈലോറിക് ഭാഗത്താണ്. ഇവിടെ പരൈറ്റൽ സെൽസ് ഇല്ല, നോ പരൈറ്റൽ സെൽസ്. ഇവിടെ കാർഡിയാക് ഏരിയയിലും നോ പരൈറ്റൽ. സോ ഇനി ഗ്യാസ്ട്രിക് ഗ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബോഡി കാണാം. സോ ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് ദ ബോഡി ഓഫ് ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ആൻഡ് ദിസ് ഏരിയ, ഇതിനെ നമുക്ക് നെക്ക് എന്ന് വിളിക്കാം. നെക്ക്. ദെൻ ഈ ഇവിടെ ഇടുങ്ങിയ ഭാഗത്തിന് നമുക്ക് ഇസ്തമസ്, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് ഈ ഗ്ലാൻസിന്റെ ഏറ്റവും മുകളിലുള്ളത് സർഫസ് സെൽസ്, ഇതിനെ നമുക്ക് സർഫസ് സെൽസ് എന്ന് വിളിക്കാം. ഈ സർഫസ് സെൽസ് പ്രൊഡ്യൂസസ് മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് ആണ്. ദെൻ നെക്ക് സെൽസ്, അടുത്തുള്ള നെക്ക് സെൽസ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് മ്യൂക്കസ്. അതിനും മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്തത് ദിസ് സെൽസ് ആർ കോൾഡ് ആസ് ചീഫ് സെൽസ്. ഈ മഞ്ഞ കളറിൽ കാണുന്നത് ചീഫ് സെൽസ് ആണ്. ആൻഡ് ദിസ് സെക്രീറ്റ് ഇനാക്റ്റീവ് പെപ്സിനോജൻ എന്ന് പറയുന്ന സംഭവം. പെപ്സിനോജൻ ആണ് ഉണ്ടാക്കുന്നത്. പെപ്സിനോജൻ ഈസ് ഇനാക്റ്റീവ് ആണ്. എവിടെയെങ്കിലും ഓജൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഇനാക്റ്റീവ് ആണ്. ഇപ്പൊ ട്രിപ്സിനോജൻ നമ്മൾ ഇനി പഠിക്കും. സോ ഇറ്റ്സ് ഇനാക്റ്റീവ്. സോ പെപ്സിനോജൻ വിൽ ബി കൺവേർട്ടഡ് ടു പെപ്സിൻ. ഭാവിയിൽ പെപ്സിൻ ആവും. ഈ പെപ്സിൻ ആവണമെങ്കിൽ താഴത്തുള്ള HCl ഇങ്ങനെ ഇവിടെ എത്തണം. സോ നാലാമത്തെ അടുത്ത സെൽ ഈസ് ദ പരൈറ്റൽ സെൽ. സോ ദിസ് ബ്ലൂ കളറിലാണ് പരൈറ്റൽ സെൽസ് എന്ന് പറയുന്നത്. പരൈറ്റൽ സെൽസിനെ വേറെ പേര് ഓക്സിൻറ്റിക് സെൽസ് എന്നും വിളിക്കും. സോ ഈ പരൈറ്റൽ സെൽസ് ഓർ ഓക്സിൻറ്റിക് സെൽസ് ആണ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ആൻഡ് അതിന് ചുറ്റും ഒരു ഗ്രീൻ കളറിലും ഞാൻ ഇങ്ങനെ പിങ്ക് കളറിലൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക എൻഡറോക്രോമാഫിൻ ലൈക്ക് സെൽസ് എന്ന് പറയുന്ന സെൽസ് ചുറ്റും. സോ പരൈറ്റൽ സെൽസ് ആണ് HCl സെക്രീറ്റ് ചെയ്യുക. ദിസ് ക്യാൻ മോഡുലേറ്റ്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റെഗുലേറ്റ് ദ സെക്രീഷൻ ഓഫ് HCl. സോ നമ്മൾ HClന്റെ സെക്രീഷനും റെഗുലേഷനും അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ പറയാം. ഇനി some other cells called as G cells. G for gastrin ആണ്. ഗാസ്ട്രിൻ പ്രൊഡ്യൂസിങ് സെൽസ് ഉണ്ട്. ദെൻ അടുത്ത സെൽസ് ഇതിനെ നമുക്ക് D സെൽസ് എന്ന് വിളിക്കാം. D പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൊമാറ്റോസ്റ്റാറ്റിൻ ആണ്. ഇത് രണ്ടും എന്താണ്? ഗാസ്ട്രിൻ സൊമാറ്റോസ്റ്റാറ്റിൻസ് ആർ എൻഡോക്രൈൻ സെക്രീഷൻ ആണ്, അല്ലെ, എൻഡോക്രൈൻ ഹോർമോൺസ് ആണ്. ഇത് മറ്റു പല സ്ഥലത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക്. സോ ദീസ് ടു ആർ ന്യൂറോ എൻഡോക്രൈൻ സെൽസ് ആണ്. ഈ പരൈറ്റൽ സെൽസ് ഞാൻ വരച്ചിരിക്കുന്ന നോക്കുക. പരൈറ്റൽ സെൽസ് നമ്മൾ സാധാരണ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക പരൈറ്റൽ സെൽസ്, എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. സോ ഇവിടെ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക കനാലിക്കുലൈ എന്നാണ്. സോ പരൈറ്റൽ സെൽസ് ആർ ടിപ്പിക്കൽ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് കനാലിക്കുലൈ എന്ന് പറയുന്ന ചില പ്രത്യേക ഭാഗങ്ങൾ ഉണ്ട്. ആൻഡ് ഇവിടേക്കാണ് എന്ത് സെക്രീറ്റ് ചെയ്യുക? HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുക കനാലിക്കുലയിലേക്ക്. സോ കനാലിക്കുലയിലേക്ക് ആദ്യം സെക്രീറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ വരുമ്പോൾ പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റും. ദെൻ ഇറ്റ് വിൽ ഗോ ഔട്ട്. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂക്കസ് ഒക്കെ ഉള്ള സർഫസ് സെൽസ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി കാർഡിയാക് ആൻഡ് പൈലോറിക് ഈ ഏരിയയില് ഈ ഗ്ലാൻസ് മൊത്തം ഷോർട്ട് ആണ്, വളരെ ചെറുതാണ്, ടോർട്ടസ് ആയിട്ടാണ്. ആൻഡ് പരൈറ്റൽ സെൽസ് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് മൊത്തം സെക്രീഷനെ പറ്റി പറയാം. ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ മൊത്തം സെക്രീഷൻ ചേർന്ന് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വിളിക്കുക. സോ ഇറ്റ് ഇസ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഒരു ദിവസം 1.2 to 1.5 ലിറ്റർ വരെ ദിവസവും ഉണ്ടാക്കുക. ആൻഡ് ദിസ് ഈസ് ഹൈലി ആസിഡിക്. 0.8 to 1.2 ആണ് ഇതിന്റെ pH എന്ന് പറയും. ആൻഡ് ഇതിനകത്തുള്ള ഓരോ സാധനങ്ങൾക്കും ഓരോ ഫംഗ്ഷൻ ആണുള്ളത്. ഉദാഹരണത്തിന് മ്യൂക്കസ് സെൽസ് പ്രൊഡ്യൂസിൻ മ്യൂസിൻ ഉണ്ടാക്കുന്നുണ്ട്. മ്യൂസിൻ എന്ന് പറയുന്ന സംഭവം എന്തിനാണ്? അത് GI പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സാധനം പെപ്സിനോജൻ ആൻഡ് ഓൾസോ ആസിഡ്
ആസിഡ്, ഇത് രണ്ടും ഹൈലി ഡിസ്ട്രക്റ്റീവ് ആണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള സാധനമാണ് അത്. പിന്നെ ഉള്ളത് എൻസൈംസ് ആണ്. എൻസൈംസ് ഫോർ ഡൈജഷന് വേണ്ടിയിട്ടുള്ള എൻസൈം. ചീഫ് സെൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചീഫ് സെൽസ് ഉണ്ടാക്കുന്നത് പെപ്സിനോജൻ ആണ് ഉണ്ടാക്കുന്നത്. പെപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻടു പെപ്സിൻ ആയി മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് HCl ന്റെ സഹായത്തോടുകൂടി. ഈ പെപ്സിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഡീഗ്രഡേഷൻ എൻസൈം ആണ്. പ്രോട്ടീനെയാണ് ഇത് നശിപ്പിക്കുക അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യുക. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ്, ഡീഗ്രഡേഷൻ അല്ല, ഡൈജസ്റ്റിംഗ് എൻസൈംസ് എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് ആൻ എൻഡോപെപ്റ്റിഡേസ് ആണ്. എന്താണ് എൻഡോപെപ്റ്റിഡേസസ് എന്ന് വെച്ചാൽ? എൻഡോപെപ്റ്റിഡേസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് വലിയൊരു പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കാം. ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പെപ്റ്റോൺസോ പോളിപെപ്റ്റൈഡ്സോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോപെപ്റ്റിഡേസസ്. ഇറ്റ്സ് എ ബിഗർ പ്രോട്ടീനെ ചെറിയ ചെറിയ പീസുകളാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. നമ്മൾ പറഞ്ഞു വായിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തു, ലിപ്പിഡിന്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് പ്രോട്ടീന്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ബൈ പെപ്സിൻ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതർ ഹോർമോൺസ് ഉള്ളത് റെനിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ദെൻ ജെലാറ്റിനേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. യൂറേസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവം. ദെൻ പിന്നെയും പരേറ്റൽ സെൽസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ദാറ്റ് ഈസ് ഇൻട്രിൻസിക് ഫാക്ടർ ഓഫ് ഗ്യാസ്. ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് മാത്രം നമ്മൾ പറയാം. ദിസ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ എന്തിനു വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ സഹായിക്കുന്നു. ഇവിടെ വെച്ചത് സെക്രറ്റ് ചെയ്യും. അത് പോയി ടെർമിനൽ ഇലിയം എന്ന് പറയുന്ന ഭാഗത്ത് എത്തുമ്പോഴത്തേക്കുമാണ് അബ്സോർപ്ഷൻ സഹായിക്കുന്നത്. എങ്കിലും വെരി ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഇൻട്രിൻസിക് ഫാക്ടർ ഓഫ് ഗ്യാസ്. അപ്പോൾ നമുക്കിനി ഫംഗ്ഷൻസ് ഓഫ് സ്റ്റൊമക് ഓർ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് രണ്ടും കൂടി പറയാം. ഫംഗ്ഷൻസ് ഓഫ് സ്റ്റൊമക്കും പറയാം. സ്റ്റൊമക് ബിക്കോസ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് കൂടി ഉള്ളതുകൊണ്ടാണല്ലോ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് രണ്ടും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. സ്റ്റൊമക്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഡൈജഷൻ ആണ്. രണ്ട് തരം ഡൈജഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ ഉണ്ട്, ഒന്ന് കെമിക്കൽ ഡൈജഷൻ. ഫുഡ് ഒരു 3 to 4 മണിക്കൂർ നേരമെങ്കിലും സ്റ്റൊമക്കിൽ ഉണ്ടാവും. ഇതിനെ അരച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ അതിനെ ചൈമോ ഒക്കെ ആക്കി മാറ്റുന്ന ഈ റിപ്പീറ്റഡ് കൺട്രാക്ഷൻസ് ഓഫ് സ്റ്റൊമക്ക് വഴിയാണ്. ഓരോ 15 to 20 സെക്കൻഡും ഈ സ്റ്റൊമക്കിൽ ഒരു ജെന്റിൽ റിപ്ലിംഗ് മൂവ്മെന്റ്സ് ഉണ്ടാവും. പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ പോയി അവസാനം. ഇതിനെ നമ്മൾ മിക്സിംഗ് വേവ്സ് എന്നാണ് പറയാം. മിക്സിംഗ് വേവ്. ഈ മിക്സിംഗ് വേവ് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ശരിയായിട്ട് ഇങ്ങനെ ഫുഡ് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. എവരി 15 to 20 സെക്കൻഡ്സ് ഇങ്ങനെ അത് പോകും. ആൻഡ് ഈ വേവ്സ് ഇവിടെ പൈലോറിക് ഈ ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും പൈലോറിക്കിൽ എത്തുമ്പോൾ സ്റ്റൊമക് വിൽ ബിക്കം എ സൂപ്പി ലിക്വിഡ്. ഇതൊരു സൂപ്പി, സ്റ്റൊമക്കിനകത്തുള്ള ഫുഡ് ഒരു സൂപ്പി ലിക്വിഡ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ആൻഡ് ഈ സൂപ്പി ലിക്വിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൈം എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ഇനി ഇതിലേക്കൂടി ഡിയോഡനത്തിലേക്ക് പോകണം അല്ലെ. ഡിയോഡനത്തിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പേര് പൈലോറിക് സ്ഫിങ്ക്റ്റർ എന്നാണ്. ഇതിന് ഓരോ മിക്സ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം 3 ml ആണ് ഓരോ തുറക്കൽ സമയത്തും ഡിയോഡനത്തേക്ക് പോകുക. ഈച്ച് കൺട്രാക്ഷൻ, ഈച്ച് വേവ് ക്യാൻ പുഷ് 3 ml. 3 ml കൈമിനെയാണ് ഡിയോഡനത്തിലേക്ക് തള്ളിവിടുക. ദാറ്റ്സ് ദ മെക്കാനിക്കൽ ഡൈജഷൻ പാർട്ട്. ആൻഡ് സെക്കൻഡ് ഈസ് ദ കെമിക്കൽ ഡൈജഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. പെപ്സിൻ ഈസ് ദ പ്രോട്ടിയോലിറ്റിക് എൻസൈം എന്ന് പറഞ്ഞു. പ്രോട്ടീൻ ഡൈജഷൻ ആരംഭിക്കുന്നത് സ്റ്റൊമക്കിലാണെന്ന് പറഞ്ഞു. പെപ്സിനോജൻ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. പെപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻസിനെ എന്തൊക്കെ ആക്കും എന്ന് നമ്മൾ പറഞ്ഞില്ല. പറഞ്ഞു, അതും പറഞ്ഞായിരുന്നു. പോളിപെപ്റ്റൈഡ്സ് ആക്കാം, പെപ്റ്റോൺസ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ പീസാണ്. ഇറ്റ്സ് ആൻ എൻഡോപെപ്റ്റിഡേസസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി റെനിൻ എന്ത് ചെയ്യും? റെനിൻ ക്യാൻ ഡൈജഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻ. മിൽക്ക് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് റെനിൻ എന്ന് പറഞ്ഞു. ഇനി ലിപ്പിഡ് ഡൈജഷൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേര് ഗ്യാസ്ട്രിക് ലിപ്പേസ്. എല്ലാത്തിനും നമ്മൾ സ്ഥലത്തിന്റെ പേരും ലിപ്പേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് സ്റ്റൊമക്കിലാണ്ട് പാങ്ക്രിയാറ്റിക് ആണെങ്കിൽ പാങ്ക്രിയാറ്റിക് ലിപ്പേസ്, സലൈവറി ആണെങ്കിൽ സലൈവറി ലിപ്പേസ് ഓർ ലിംഗ്വൽ ലിപ്സ്, അങ്ങനെ പേര് കൊടുത്താൽ മതി. ഇറ്റ്സ് എ ലിപ്പോലിറ്റിക് എൻസൈം. ദിസ് ക്യാൻ ട്രൈബ്യൂട്ടറിൻ എന്ന് പറയുന്ന, ട്രൈബ്യൂട്ടറിൻ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് ബട്ടർ ഫാറ്റ് ആണ്. അതിനെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കി മാറ്റുന്നതാണ് ഈ ഗ്യാസ്ട്രിക് ലിപ്പേസിന്റെ പ്രധാനപ്പെട്ട പണി. ദെൻ പിന്നെ ഉള്ളത് ജെലാറ്റിനേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ജെലാറ്റിനേസ് എന്ന് പറഞ്ഞത് ജെലാറ്റിനേസ് പലതരം ജെലാറ്റിനെ, ഉദാഹരണത്തിന് ജെലാറ്റിൻ പലതരം ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, ദെൻ 6, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ജെലാറ്റിനെയും അത് ഡീഗ്രേഡ് ചെയ്യും. ജെലാറ്റിൻ കണ്ടെയ്ൻ കൊളാജൻ ആണ്. ദീസ് കൊളാജൻസ് വിൽ ബി ഡീഗ്രേഡഡ് ഇൻറ്റു പോളിപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ജെലാറ്റിനേസിന്റെ പണി. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ആരുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അപ്പോൾ ഗ്യാസ്ട്രിക് കൊടുക്കുക. കാർബോഹൈഡ്രേറ്റ് ആകുമ്പോൾ നമ്മൾ പേര് അമൈലേസ് എന്ന് മാറ്റി എഴുതും. ഇതൊരു വീക്കാണ്, അത്ര വലിയ സംഭവമൊന്നുമല്ല. കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ അവിടെ നടക്കും, അത്രേ ഉള്ളൂ. ദെൻ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ പിന്നെ വേറെ ആൾ കൂടി ഉണ്ട്, സലൈവറി അമൈലേസ്. നമ്മൾ അവിടെ വെച്ചിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അവന് ആക്ഷൻ വായിൽ വെച്ചിട്ട് പ്രത്യേക സമയം കിട്ടിയില്ല. ഇത് ഈ ഒരു ആസിഡ് എൻവയോൺമെന്റ് ഒക്കെ ആകുമ്പോഴാണ്
തന്നെ ഒരു 6 ഒരു ആസിഡ് എൻവയോൺമെന്റിലാണ് ഇത് കാര്യമായിട്ട് ഡൈജഷൻ നടക്കുക. ദെൻ യൂറിയേസ് ഞാൻ പറഞ്ഞു, യൂറിയേസ് നമ്മൾ പെപ്റ്റിക് അൾസർ ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ആക്ഷൻ കൂടുതലായിട്ട് പഠിക്കും. സോ ഡൈജഷൻ ആണ് പ്രധാനപ്പെട്ട നമ്പർ 1 ഫംഗ്ഷൻ ഓഫ് സ്റ്റൊമക്. 2 ഹീമോപോയിറ്റിക് ഫംഗ്ഷൻ ആണ്. ഹീമോപോയിറ്റിക് ഫംഗ്ഷൻ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? അത് ഇൻട്രിൻസിക് ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട്. ഇൻട്രിൻസിക് ഫാക്ടറിൽ ഹീമോപോയിസിൽ എന്താണ് റോൾ എന്ന് വെച്ചാൽ വൈറ്റമിൻ B12 ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ എറിത്രോപോയിസിസ്. എറിത്രോപോയിസിൽ RBC മെച്യൂർ ചെയ്യാനായിട്ട് നമുക്ക് ആര് വേണം? വൈറ്റമിൻ B12 നമുക്ക് ആവശ്യമാണ്. വൈറ്റമിൻ B12ന്റെ ആവശ്യമുണ്ട്. സോ ഇതില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അസുഖം പെർനീഷ്യസ് അനീമിയ. അപ്പോൾ സ്റ്റൊമക്കിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു രോഗമാണ് പെർനീഷ്യസ് അനീമിയ. 3ാമത്തത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുക? അവനവനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് മൈക്രോ ഓർഗാനിസംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ HCl വന്നു കഴിഞ്ഞാൽ തട്ടിപ്പോകും അല്ലെ. HCl അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്കിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, കെമിക്കൽ പ്രൊട്ടക്ഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ദെൻ അടുത്ത ഫംഗ്ഷൻ ഈ സ്റ്റോറേജ്. ഫുഡ് ഒരു 3 to 4 hours മിനിമം എങ്കിലും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, മെക്കാനിക്കൽ ഡൈജഷൻ ഇവിടെ വെച്ചിട്ടാണ് നടക്കുക. സെക്രീഷൻ ആൻഡ് മിക്സിംഗ് ഓഫ് ഫുഡ് എല്ലാം ഇവിടെ വെച്ചിട്ടാണ് നടക്കുക. ദെൻ സാധാരണ നമ്മളെപ്പോഴും പറയാം സം എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ കൂടിയുണ്ട് എന്ന് നമ്മൾ പറയും. ആൽക്കലോയിഡ്സ്, സം മെറ്റൽസ് എക്സെട്ര ആർ എക്സ്ക്രീറ്റഡ് ബൈ ഗാസ്ട്രിക് ജ്യൂസ്. അപ്പൊ നമ്മൾ ഇനി പറയേണ്ടത് നമുക്ക് എന്തോ ആസിഡ് എങ്ങനെ സെക്രീറ്റ് ചെയ്യുന്നു, അതിന്റെ സെക്രീഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു. സോ അത് നമുക്ക് അടുത്ത വീഡിയോസ് ആസിഡ് സെക്രീഷൻ ആൻഡ് regulation physiology in the next video. So that's all in this video. Thank you for watching.